ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന വേലുവിനെയാണ്. അങ്ങനെ വേലു മുണ്ടും ഷർട്ടൊക്കെ എടുത്തിട്ട് ഇത് എങ്ങനെയാണെന്നൊക്കെ മടക്കി വെക്കണം നോക്കിയിട്ട് ഇങ്ങനെ മടക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് അമലു വരുന്നേട്ടാ. ആ വേലുവേട്ടാ, ആ അമലു, ഈ ഡ്രസ്സ് എനിക്ക് ചേരുന്നില്ലല്ലേ, ഇത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ലെന്ന് പറയുമ്പോ, അയ്യോ ആര് പറഞ്ഞു ചേരുന്നില്ലെന്ന്, വേലുവേട്ടന് ഈ ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട്, വേലുവേട്ടൻ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ എന്ന് പറയാണ്. ആണോ, നന്നായിട്ട് ചേരുന്നുണ്ടോ? ഇത് കിരൺ സാർ വാങ്ങിച്ചതാ എന്ന് പറയുമ്പോഴേക്കും അമല് പറയണ്ട്, എനിക്കും വാങ്ങിച്ചിട്ടുണ്ട് ഒരു ജോഡി, എന്നാ നീ അതൊക്കെ ഇട്ട് അടിച്ചു പൊളിച്ചിട്ട് വാ, നമുക്ക് കല്യാണം അടിച്ചു പൊളിച്ച് ആഘോഷമാക്കാം എന്ന് പറയുമ്പോഴേക്കും അമല് പറയണ്ട്, വേലുവേട്ട ഈ വിവാഹത്തിന് ആ പുലി വരുമോ? വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്, അഥവാ വന്നാലേ ഇത് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് അരക്കെട്ടിലെ കത്തി കാണിച്ചു കൊടുക്കാണ്ട്, ഇത് കണ്ടോ ഈ കത്തി, അവനെ നെഞ്ചിൽ കയറ്റാൻ വേണ്ടി ഞാൻ വെച്ചിരിക്കുക. കഴിഞ്ഞ ദിവസം കിരൺ സാർ അവനെ കണ്ടു എന്ന് പറയല്ലോ, അന്ന് കിരൺ സാറിന്റെ കൂടെ ഞാൻ ഉണ്ടായാൽ മതിയായിരുന്നു, ഞാൻ പോകാൻ നിന്നതായിരുന്നു, പിന്നീട് വേണ്ടാന്ന് വിചാരിച്ചു. അന്ന് ഞാൻ പോയിരുന്നെങ്കിൽ അവനെ ഞാൻ കത്തി എറിഞ്ഞെങ്കിലും വീഴ്ത്തിയാനെ. അന്ന് കഴിഞ്ഞ ദിവസം ബീച്ചിൽ വെച്ചിട്ട് അതെ എനിക്കും തോന്നിയായിരുന്നു, എന്ത് പറയാനാ, അവന് ഒടുക്കത്തെ ആയുസാണ്. വേലുവേട്ടന് അറിയാവോ, നമ്മുടെ കാട്ടിലെ മലദൈവങ്ങളെ ആരാധിക്കാൻ വേണ്ടി ഒരു അമ്മമ്മ വരത്തില്ലേ, ആ അമ്മമ്മ പറഞ്ഞത് അപ്പന്റെ ആയുസിന് കുറച്ച് കട്ടി കുറവുണ്ട്, അപ്പന്റെ ആയുസിന് വേണ്ടി പൂജകൾ ചെയ്യണമെന്ന്. അത് ചെയ്തോണ്ടും ഇരുന്നതാ. ആ സമയത്താ ഇവൻ വന്നത്. ഇവൻ വന്നപ്പോ ആ പൂജകൾ പിന്നീട് തുടർന്നായിട്ട് ചെയ്യാനും സാധിച്ചില്ല. മാത്രല്ല ആ അമ്മ പ്രത്യേകം പറഞ്ഞാണ്, ആര് ഈ അടുത്ത് വന്നാലും വിശ്വസിക്കരുത്. പക്ഷെ അതൊക്കെ മറികടന്ന ഞാനും അപ്പനും ഒക്കെ അവനെ വിശ്വസിച്ചത്, അതിനുള്ള ശിക്ഷ കിട്ടുകയും ചെയ്ത് അപ്പൻ എന്റെ കയ്യിൽ കിടന്ന പെടഞ്ഞു മരിച്ചത്. ആ സമയത്ത് അവന്റെ തൊണ്ടയിൽ വരുന്ന സൗണ്ട് വരെ ഞാൻ കേട്ടായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചത് എന്റെ ജീവനും കൂടി എടുക്കാന്ന്. പിന്നെ പറയുമ്പോഴേക്കും അവയില് പെണ്ണ അമലു, അങ്ങനെ ചിന്തിക്കല്ലേ, നോക്ക് മൂപ്പന്റെ മരണം നമ്മളെല്ലാരും വേദനിപ്പിക്കുന്നതാണ്, പക്ഷെ മരിച്ചവര് മരിച്ചു, അതിനു വേണ്ടി ജീവിക്കുന്നവരും മരിക്കാൻ വേണ്ടി നിൽക്കല്ലേ. നോക്ക് നീ ഒരു കാര്യം ചെയ്, ഈ വീട്ടിലിപ്പോ ആഘോഷം നടക്കുക, നമുക്കും അവരുടെ കൂടെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കണ്ടേ, നീ പോയിട്ട് റെഡി ആയിട്ട് വാ എന്ന് പറയാണ്. എന്തായാലും ഇന്ന് ഈ വീട്ടില് കല്യാണ പെണ്ണിന്റെ ബന്ധുക്കളുടെ നേരെ അവൻ വരത്തില്ല, ഞാൻ ചത്താനും ശരി അവരെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് വേലു പറയുമ്പോഴേക്കും അമല് പറയണ്ട, അവനെ കൊല്ലാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടണമെന്നാ ഞാൻ ആഗ്രഹിക്കണത്, നീ പോയിട്ട് വാ, ഞാൻ ഡ്രസ് ഇട്ട് വാ എന്ന് പറയാണ് നമ്മുടെ വേലു. അമലു അവിടെ നിന്ന് അപ്പുറത്തേക്ക് പോന്നിട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ദിലീപിന്റെ വീടാണ്. ദിലീപിന്റെ വീട്ടിൽ അമ്മ അവിടെ ബന്ധുക്കൾക്ക് ചായ കൊടുക്കാട്ടോ. അപ്പൊ ബന്ധുക്കൾ ചോദിക്കട്ടെ, വാസുവേട്ടൻ ഇതുവരെ എഴുന്നേറ്റില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്ക്, ഇന്നലെ ഉറങ്ങിയപ്പോ 3 മണിയായല്ലോ, ഇന്നലെ അവർ ദിലീപും കൂട്ടരും വരാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു, അവര് വന്നപ്പോഴേക്കും കൂട്ടുകാരുടെ കൂടെ കുറച്ച് അടിച്ചായിരുന്നല്ലോ. അപ്പൊ ആ ബന്ധു പറയണ്ടോ, എന്നാലും ഇപ്പത്തെ പിള്ളേര് കൊള്ളാം, പ്രായ ചെറുപ്പം ഒന്നുമില്ല, എല്ലാവരുടെ കൂടെ ഒരുപോലെ അടിച്ചു പൊളിക്കുക. അതെ അതെ, എന്തായാലും ഇപ്പൊ കുളിച്ച് റെഡി ആയിട്ടുണ്ടാവും, ഞാൻ പോയി ചായ കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അമ്മ ചായ കൊടുക്കാൻ വേണ്ടി അച്ഛന്റെ റൂമിലേക്ക് കയറാണ്. ആ സമയത്ത് വാസുവേട്ട അതെ സമയം എത്രയെന്ന് അറിയാവോ, മോന്റെ കല്യാണം എന്ന്. വാസുവേട്ട എഴുന്നേറ്റ്. അപ്പൊ വാസുവേട്ട എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ എഴുന്നേക്കുന്നില്ല കേട്ടോ. വാസുവേട്ട എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ആള് മരിച്ചുപോയി. അതായത് ആള് മരിച്ചുപോയിട്ട് ഇങ്ങനെ മലർന്ന് കിടക്കാണ്. അയ്യോ മോനെ, അയ്യോ എല്ലാരും ഓടി വന്നേ എന്ന് പറഞ്ഞിട്ട് അമ്മ പൊട്ടിക്കരഞ്ഞ് ഇങ്ങനെ വിളിക്കുക കേട്ടോ. ആ സമയത്ത് ദിലീപിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരത്ത് ദിലീപ് പറയണ്ടേടാ, മതിയെടാ, ഇന്നലെ കുറച്ച് മിനുക്ക് പണികളൊക്കെ ചെയ്തതല്ലേ, ഇന്ന് ഇതൊക്കെ മതിയെന്നേ. എടാ, നിന്റെ പെണ്ണിനെ നന്നായിട്ട് ഒരുക്കുന്ന കൂട്ടത്തില അവളുടെ അനിയത്തി, വീടൊക്കെ ഡിസൈൻ ചെയ്യണ പോലെ തന്നെ അവള് പെണ്ണുങ്ങളെ ഒരുക്കാൻ നല്ല അടിപൊളിയാട്ടോ. ഇന്നലെ നിന്റെ പെണ്ണിനെ കണ്ടപ്പോഴേ തോന്നി അനിയത്തി ഒരുക്കിയതാണെന്ന്. അതെ, അവളുടെ അനിയത്തിയാ ഒരുക്കിയത്, നന്നായിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളും കുറച്ച് നിൽക്കാൻ പാടില്ലടാ, നീയും നന്നായിട്ട് ഒരുങ്ങടാ, നീയും മിനിങ്ങി നിക്കടാ എന്നൊക്കെ പറയാണ്. എടാ ഇതൊക്കെ മതിയടാ, എടാ നിന്റെ പെണ്ണിന് സുന്ദരിയല്ലേ, അപ്പൊ അവളുടെ കൂടെ പിടിച്ചു നിൽക്കണ്ടേ, ഇതൊക്കെ മതിയെന്നേ, ഇത് കണ്ടല്ല അവളെന്നെ ഇഷ്ടപ്പെട്ടത്, ഇതൊക്കെ മതി എന്ന് പറയാണ്. അടാ എന്തൊക്കെ പറയാലും അവളുടെ ആ ചേട്ടൻ ഒരു സുമുഖനായ വില്ലനാണല്ലോടാ എന്ന് പറയുമ്പോഴേക്കും ദിലീപ് പറയണ്ട്, അതേടാ അവന്റെ ആ സുമുഖത്തരമാണ് അവൻ മുതലെടുക്കുന്നത്, കണ്ടു കഴിഞ്ഞാ അയ്യോ പാവം എന്ന് തോന്നും. അത് തന്നെയാണല്ലോടാ ഈ വില്ലന്മാരുടെ ഇപ്പത്തെ മെയിൻ ട്രെൻഡ് എന്ന് പറയുന്നത്. എല്ലാ വില്ലന്മാർക്കും ഒടുക്കത്തെ ഗ്ലാമർ ആയിരിക്കും, അത് കണ്ട് പെമ്പിള്ളേര് വീഴുകയും ചെയ്യും, അതാണ് അവരവിടെ മുതലെടുക്കാൻ നോക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കൂട്ടുകാര് പറയണ്ടേ, എന്നാലും ഇവിടെ വരുമെന്ന് തോന്നണില്ലടാ, ഇത്രയും പേരുള്ള സ്ഥലത്തേക്ക് അവന് വരാൻ ധൈര്യം ഉണ്ടാവോ? അറിയില്ലടാ, ഞാൻ ഈ സാധനത്തിനെ നേരിട്ട് കണ്ടിട്ടൊന്നും ഇല്ലല്ലോ, പിന്നെ പറഞ്ഞു കേട്ട് അറിയിച്ചിട്ട് അവൻ വരാൻ ചാൻസ് ഉണ്ട്, കാരണം കാർത്തികയുടെ വിവാഹം എന്ന് പറഞ്ഞത് അവനെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്നതിന് തുല്യമാണല്ലോടാ എന്ന് പറയാണ്. ആ സമയത്ത് പിന്നീട് ആ ഒച്ചയും ബഹളവും കേൾക്കുമ്പോൾ ദിലീപും കൂട്ടുകാരും വേഗം തന്നെ അച്ഛന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അച്ഛ അതുപോലെ ദിലീപ് കരഞ്ഞോണ്ട് വിളിക്കുകയാണ്, പക്ഷെ അച്ഛൻ എഴുന്നേക്കുന്നില്ല. എടാ നോക്കടാ എന്ന് കൂട്ടുകാരോട് പറയുമ്പോൾ കൂട്ടുകാർ
നോക്കുമ്പോഴേക്കും എടാ പൾസ് കിട്ടുന്നില്ലടാ, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് അവര് പൊക്കി എടുത്തോണ്ട് ഹോസ്പിറ്റലിലേക്ക് പോട്ടെ. അപ്പൊ അമ്മ അവിടെ നെഞ്ചത്തടിച്ച് കരയണം, അയ്യോ എന്റെ വാസുവേട്ടാ വാസുവേട്ടാ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയാണ്. പിന്നീട് കാണിക്കുന്ന ഗംഗനെയാണ്. ഗംഗ പൊട്ടിച്ചിരിക്കട്ടെ, കൂടെ 2-3 ഗുണ്ടകളും ഉണ്ട്. പറയുന്നുണ്ട് എന്തായാലും എനിക്ക് കല്യാണ ചെക്കനെ കിട്ടിയില്ല, അപ്പൊ അവന്റെ അച്ഛനെങ്കിലും തട്ടാന്ന് വിചാരിച്ചു. എടാ നീയാ ഇത് ചെയ്തതെന്ന് അറിയാൻ പറ്റും മറ്റുള്ളവർക്ക് എന്ന് ഗുണ്ട ചോദിക്കുമ്പോ ഗംഗപ്രസാദ് പറയണ്ടേ ഞാനാണെന്ന് മനസ്സിലാവില്ലടാ, കിളവന ഹൃദയത്തിന് ഒരുപാട് പ്രശ്നങ്ങളുള്ള കൂട്ടത്തിലാണ്, അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഹാർട്ട് അറ്റാക്ക് എന്ന് വിചാരിച്ച് തള്ളിക്കോളും. എന്തായാലും ഇന്നലെ രാത്രി അവളുടെ മണിയറയിൽ കയറി ഒളിച്ചായിരുന്നു അവനെ കൊല്ലാനായിട്ട്. ആ സമയത്ത് അവളുടെ കോള് അവനെ വന്നിരിക്കുന്നു. അവൻ പറയണ കേൾക്കണമെന്ന് എന്തൊരു ആത്മവിശ്വാസം അവനിങ്ങോട്ട് വരട്ടെ ഒലത്തട്ടെ ഗംഗപ്രസാദ് ആരാണെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ഡോസ് കൊടുക്കണോന്ന്. എന്തായാലും പയ്യന്റെ അച്ഛൻ മരിച്ചാലും വിവാഹം നടക്കില്ലല്ലോ, അങ്ങനെ ആലോചിച്ച് ഞാൻ എന്തായാലും എന്നാ അച്ഛനെ കൊന്നിട്ട് വരാൻ വിചാരിച്ചു. അങ്ങനെയാണ് കിളവനെ കൊന്നത്. കിളവനാണെങ്കിൽ നല്ല തണ്ണീല. അതുകൊണ്ട് അധികം ബലപ്രയോഗത്തിന്റെ ആവശ്യം ഒന്നും വന്നില്ല, നൈസായിട്ട് തീർത്തു. ഇങ്ങോട്ടേക്ക് വന്നു. ഇപ്പൊ അവിടെ മനസ്സിലായി കാണുമായിരിക്കും ഇനിയിപ്പോ കല്യാണം നടക്കാൻ പോണില്ല, ഒന്നും നടക്കാൻ പോണില്ല എന്ന് പറഞ്ഞിട്ട് ഗംഗപ്രസാദ് ഇരുന്ന് പൊട്ടിച്ചിരിക്കുക കേട്ടോ. അതിനുശേഷം കാണിക്കണത് നമ്മുടെ കാർത്തികനെയാണ്. കാർത്തികനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കല്യാണിയും കാദംബരിയും കൂടിയിട്ട്. മതി എല്ലാം റെഡി ആയിട്ടുണ്ട്, ഓക്കെ ആയിട്ടുണ്ട് ചേച്ചി നോക്കിക്കേ, കൊള്ളാം നല്ലതായിട്ടുണ്ട്, എന്ന് നമുക്കൊരു സെൽഫി എടുത്താലോ എന്ന് പറഞ്ഞിട്ട് കാർത്തികയും കല്യാണിയും കാദംബരിയൊക്കെ കൂടി ഇങ്ങനെ സെൽഫി എടുക്കാൻ അവിടെയൊക്കെ അമ്മൂമ്മ വരുന്നുണ്ട്. അയ്യോ സെൽഫി എടുക്കല്ലേ ഞങ്ങളും കൂടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരും കൂടി അതിന്റെ കൂടെ ചേർന്ന് നിൽക്കാട്ടെ, ഞങ്ങളുടെയും കൂടി എടുക്കും മക്കളെ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയും അമ്മൂമ്മയും കൂടി ചേർന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ സെൽഫി എടുക്കുന്നുണ്ട്. എന്നിട്ട് അമ്മൂമ്മ പറയുന്നുണ്ട് എന്റെ പൊന്നു നല്ല സുന്ദരിയായിട്ടുണ്ട്, കല്യാണി മോളെ കിടിലായിട്ടുണ്ട് കേട്ടോ എന്ന് പറയണം. അതെ ഇപ്പൊ കല്യാണ പെണ്ണെ കണ്ട ഒറ്റ നോട്ടത്തിൽ ആർക്കും മനസ്സിലാവില്ല എന്ന് പറയുമ്പോഴേക്കും കാർത്തിക പറയണ്ട അതെന്താ അമ്മേ, അപ്പൊ ഞാൻ മുമ്പ് അത്ര മോശമായിരുന്നു, അയ്യോ എന്റെ പൊന്നുമോള് സുന്ദരി തന്നെയായിരുന്നു, പക്ഷെ ഇപ്പൊ നല്ല ഭംഗിയുണ്ട്, അയ്യോ കല്യാണ പെണ്ണിനെ ആകെ മാറ്റിയല്ലോ, വീട് മാറ്റണ പോലെയാ കല്യാണി മോള് മേക്കപ്പ് ചെയ്ത് ആളെ മാറ്റിക്കളഞ്ഞത് എന്ന് പറയാണ്. പിന്നെ ഈ ഫോട്ടോസൊക്കെ എന്റെ ഫോണിൽ അയച്ചു തരണേ മോളെ, എനിക്ക് സാന്ത്വനത്തിലെ അമ്മമാരെ കാണിച്ചു കൊടുക്കാനാ. അപ്പോ ലക്ഷ്മി പറയുന്നുണ്ട് എന്ത് പറയാനാ, ഒരുത്തിന്റെ ഭീഷണി ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ സാന്ത്വനത്തിലെ അമ്മമാരെയൊക്കെ വിളിക്കായിരുന്നു എന്ന് പറയുമ്പോ കല്യാണി പറയണ്ട അയ്യോ അതോർത്ത് ലക്ഷ്മി അമ്മ വിഷമിക്കണ്ട, കല്യാണം കഴിഞ്ഞ് ദിലീപ് ഏട്ടനും അതുപോലെ തന്നെ കാർത്തിക ചേച്ചി കൂടിയിട്ട് സാന്ത്വനത്തിലേക്ക് പോകുന്നുണ്ട്. അവിടുത്തെ അമ്മമാരുടെ കൂടെ ഒരു നേരം ഭക്ഷണം കഴിക്കാനുണ്ട്. അമ്മമാർക്ക് സമ്മാനങ്ങളുണ്ട് അല്ലേ കാർത്തിക ചേച്ചി? അതെ അതെ, കല്യാണം കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിയട്ടെ അവിടെയൊക്കെ വരുന്നുണ്ട് അമ്മമ്മേ എന്ന് പറയാണ്. അതേതായാലും നന്നായി. അയ്യോ ഇപ്പഴാ കല്യാണം വേണ്ട, അയ്യോ ഇപ്പഴാണ് അമലു റെഡി ആവുന്നുണ്ടാവും, അവൾക്ക് ഞാൻ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, അവള് റെഡി ആയിരുന്നു, ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ എന്ന് പറയാണ്. ആ സമയത്ത് വേഗം തന്നെ കല്യാണി അമലുവിന്റെ റൂമിലേക്ക് പോകുമ്പോ അമലു ചുരിദാറൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കല്യാണി കാണുമ്പോ അയ്യോ അമലു ആകെ മാറി, ഈ ഡ്രസ്സ് നിനക്ക് നന്നായിട്ട് ചേരുന്നു കേട്ടോ, എന്തോ ഒരു കുറവ്, മുല്ലപ്പൂ വെച്ചില്ലല്ലോ, അയ്യോ ചേച്ചി ഇതന്നെ മതി, ഇല്ലല്ല മുല്ലപ്പൂ വെക്കണം എന്ന് വേണം മുല്ലപ്പൂ വെച്ച് കൊടുക്കാൻ, ഇപ്പൊ സുന്ദരി ഇനി കുറച്ച് മേക്കപ്പ് കൂടി ഞാൻ ചെയ്തു തരാം എന്ന് പറയുമ്പോഴേക്കും അമ്മമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അമലു ആകെ മാറിയല്ലോ, ഇപ്പൊ മുഖത്ത് ചിരിയൊക്കെ ഉണ്ട്, ഇപ്പൊ നല്ല ഐശ്വര്യമുണ്ട്, നോക്ക് കല്യാണി മോളെ അമലു മോളെ ഒരുക്കിയിട്ട് എന്നെ ഒരുക്കി തരണം, കല്യാണപ്പെണ്ണിനെ ഒരുക്കി, ഇനി അമലുവിന് അടുത്തത് എന്നെയാ, അമ്മുമ്മേനെ ഒരുക്കണോ എന്ന് കല്യാണി ചോദിക്കുമ്പോ പിന്നെ ഒരുക്കണ്ടേ, പെണ്ണിന്റെ അമ്മുമ്മയല്ലയോ, അപ്പൊ ഞാനും ചെറുപ്പമാവട്ടെ, ഞാനും ആളൊന്ന് മാറട്ടെ, ശരി ശരി എന്ന് പറയാണ്. ആ സമയത്ത് അമ്മുമ്മ അമലുവിന്റെ പറഞ്ഞു മോളെ ഞാൻ നിനക്കൊരു ഉപദേശം തരാം, നോക്ക് സൗന്ദര്യം കണ്ട് ഒരാളുടെ പുറകെ പോരുത് മോളെ, മനസ്സിന്റെ സൗന്ദര്യമാണ് നോക്കേണ്ടത്, നീ നോക്ക് നിന്നെ സ്നേഹിക്കുന്ന നിന്നെ മാത്രം സ്നേഹിക്കുന്ന ഒരാൾ നിന്റെ കൂടെയുണ്ട്, എന്നിട്ടും അവനെ മറന്നിട്ട് നീ വേറൊരുത്തിനെ സ്നേഹിച്ചു, അതിന്റെ ശിക്ഷ കിട്ടുകയും ചെയ്തു, ഇനി ഒരിക്കലും നീ അവനെ വിഷമിപ്പിക്കരുത് മോളെ, സ്നേഹിക്കുന്ന ആൾക്കാരെ കിട്ടാൻ ഭയങ്കര പ്രയാസാണ്, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും അവരെ കൈവിടരുത് മോളെ, അവരെ ദൈവങ്ങളായിട്ട് കൂടെ കൂട്ടണം നമ്മള്, പ്രത്യേകിച്ച് കെട്ടാൻ പോണ ചെക്കന് നല്ല സ്നേഹവും അതുപോലെ തന്നെ നല്ല വിനയവും നല്ല ചെക്കനാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും അവരെ കൈവിടരുത് മോളെ എന്നൊക്കെ പറയാണ്. അപ്പൊ കല്യാണി പറയണ്ട അമ്മുമ്മേ അതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, അവൾക്ക് ഇപ്പൊ എല്ലാം അറിയാം എന്ന് പറയാണ്. അപ്പൊ അമല് പറയണ്ട അതെ ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായി, എന്റെ അപ്പന് ഇപ്പോഴും എനിക്ക് മനസ്സിൽ നിന്ന് പോകുന്നില്ല മോളെ, അതൊന്നും ഓർക്കല്ലേ നീ, അതൊക്കെ കഴിഞ്ഞില്ലേ, നോക്ക് ഇപ്പൊ സന്തോഷമായിട്ടിരിക്കെ, വേലുവിനെ കണ്ടില്ലേ നീ? കണ്ടു, വാ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്ന് പറയാണ്. അങ്ങനെ അമലുവിനെയും കൂട്ടിക്കൊണ്ട് കല്യാണി വേലുവിന്റെ റൂമിലേക്ക് പോകാൻ പോവാട്ടോ. അപ്പൊ വേലു അവിടെ മുടി ചീവിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് കിരൺ വരുന്നുണ്ട്. വേലു മുടി കൂടി സെറ്റാക്കാറുണ്ട്, തന്നെ ഞാൻ ചീവി തരാം. അയ്യോ വേണ്ട സാറേ എന്റെ മുടി സാറ് ചീവണ്ട, അതെന്താണ് ഞാൻ എന്റെ മുടി ചീവിയാ ഇത്ര കുഴപ്പാ, അല്ല സാറമ്മ പോലത്തെ ഒരാളെ എന്റെ മുടി ചീവാച്ച ഒന്ന് പോടാ ഞാൻ ചീവി തരാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അവിടേക്ക് അമലു വരുവാട്ടോ. കിരണേട്ടാ എന്ന് വിളിച്ചിട്ട് കല്യാണി കൂട്ടിക്കൊണ്ടുവരാണ് അമലുവിനെ കാണുമ്പോ കിരണും വേലും ഞെട്ടിപ്പോവാണ്. ഇതാര് അമലു തന്നെയാണോ എന്ന് കിരൺ ചോദിക്കുമ്പോ വേലു പറയുന്നുണ്ട് ആകെ മാറിയല്ലോ, എടാ കണ്ടോടാ നിന്റെ പെണ്ണിനെ, സുന്ദരിയായിട്ടില്ലേ, നല്ല രസമുണ്ട്, ഇവിടേക്ക് ഈ ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ട്. കിരൺ
പറയണ്ട് കല്യാണി, ഇവരെ എന്തായാലും കാട്ടിലേക്ക് പോണ മുമ്പ് ഇവർക്ക് ഇങ്ങനത്തെ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ചെടുക്കണം. അയ്യോ വേണ്ട സാറേ, ഞങ്ങൾക്ക് കാട്ടിലെ ഡ്രസ്സ് തന്നെ മതി. അതല്ലടാ, ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടാൽ മതി, നിങ്ങൾക്ക് ഈ ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും പരിപാടി വരുമ്പോ ഞങ്ങൾ ഇനി കാട്ടിലേക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് ഡ്രസ്സൊക്കെ ആയിട്ട്. എന്താ കല്യാണി, പിന്നെ വരാതിരിക്കോ? തീർച്ചയായിട്ടും ഞങ്ങൾ വരും. അതെ കല്യാണി, അവരിനി സംസാരിക്കട്ടെ, നമുക്ക് പുറത്ത് മാറി നിൽക്കാം എന്ന് പറഞ്ഞിട്ട് കല്യാണിനെ കൂട്ടിക്കൊണ്ട് നമ്മുടെ കിരൺ പുറത്തേക്ക് പോവാണ്. ആ സമയത്ത് വേലു അമലിനോട് പറഞ്ഞ, അമലു നീ ആകെ മാറ്റി നല്ല രസമുണ്ട് നിന്നെ കാണാൻ. വേലുവേട്ടനും അതെ, ഈ ഡ്രസ്സ് വേലുവേട്ടനും നന്നായിട്ട് ചേരുന്നുണ്ട്. അപ്പൊ നമുക്കൊരു സെൽഫി എടുത്താലോ? സെൽഫിയോ? അതെന്താ? ദേ എന്റെ ഫോൺ കണ്ടോ? ഇതേത് ഫോണാ? ഇത് കിരൺ സാർ തന്നതാ. നല്ല രസമില്ലേ? ഇതില് എങ്ങനെയാണ് ക്യാമറ പിടിക്കേണ്ടതെന്നും വീഡിയോ പിടിക്കേണ്ടതെന്നും സെൽഫി എടുക്കേണ്ടതെന്നും ഒക്കെ കിരൺ സാർ എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കാണിച്ചു തരട്ടെ? എന്നിട്ട് ഫോട്ടോ കാണിച്ചു കൊടുക്കണം. ആഹാ ഇത് കൊള്ളാലോ. ഇത് വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. എന്നിട്ട് നമുക്ക് കാട്ടിൽ പോകുമ്പോഴേക്കും മാമീനെയൊക്കെ കാണിച്ചു കൊടുക്കാലോ. അതെ, അമ്മയുടെ കാര്യം ആർക്കുമ്പോഴാ വിഷമം. അതൊന്നും കുഴപ്പമില്ല, നമ്മൾ പെട്ടെന്ന് തന്നെ കാട്ടിലേക്ക് പോലോ. കുറച്ച് ദിവസം നമുക്ക് നിന്നിട്ട് കാട്ടിലേക്ക് പോകാം. അപ്പോഴേക്കും ഓക്കെ ആവോ എന്നൊക്കെ പറഞ്ഞിട്ട് സെൽഫി ഒക്കെ എടുക്കുകയാണ്. അങ്ങനെ സെൽഫി എടുത്ത് നോക്കണ ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാൻ. ടേക്ക് കെയർ. ബൈ ബൈ.